ചേർത്തല താലൂക്ക് NSS യൂണിയൻ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കരയോഗ പ്രവർത്തക സമ്മേളനം സംഘടിപ്പിച്ചു. ചേർത്തല താലൂക്ക് NSS യൂണിയന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിനായാണ് കരയോഗ പ്രവർത്തക സമ്മേളനം സംഘടിപ്പിച്ചത്. സംഘടനാ രംഗത്ത് നടപ്പാക്കേണ്ട വിവിധ പദ്ധതികൾ സമ്മേളനം അംഗീകരിച്ചു. NSS യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ നിർവഹിച്ചു. അതിനുശേഷം നമ്മളെ ഉത്സവത്തിന്റെ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി കരയോഗത്തിൻ്റെ ഭാരവാഹികളെ എല്ലാം വിളിച്ചൊരു ചർച്ച നടത്തി. അന്നൊക്കെ ചില ചർച്ചകളൊക്കെ ഇവിടെ നടക്കുകയുണ്ടായി. പിന്നെ പല കരയോഗങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ നടന്നു. അപ്പോൾ ഇങ്ങനെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. 2-3 വർഷം കഴിയുമ്പോൾ വേറെ പുതിയ ആളുകൾ വരുന്നു. അങ്ങനെയെല്ലാം പഴയതും പുതിയതുമായിട്ടുള്ള ആളുകളാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ 60 യൂണിയനുകളിലും ഇതുപോലുള്ള പ്രവർത്തക സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ കരയോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം? പഴയ പോലെ ഉള്ള പ്രവർത്തനങ്ങൾ പോരാ, HR-ൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം, ആധ്യാത്മിക കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകണം. ഇതൊക്കെ വളരെ അനിവാര്യമാണ്. നവതി വർഷാചരണത്തിന്റെ ഭാഗമായി താലൂക്കിലെ എല്ലാ കരയോഗങ്ങളിലും കുടുംബ സംഗമങ്ങളും ആധ്യാത്മിക പരിപാടികളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. കൂടാതെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ, വനിതാ നേതൃത്വ പരിശീലന ക്യാമ്പുകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയും നടത്തും. യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രവർത്തന രൂപരേഖ യൂണിയൻ സെക്രട്ടറി S. ജയകൃഷ്ണൻ അവതരിപ്പിച്ചു. തിരുവല്ല താലൂക്ക് യൂണിയൻ സെക്രട്ടറി VR. സുനിൽ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. താലൂക്കിലെ 78 കരയോഗങ്ങളിലെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ഖജാൻജിമാർ, യൂണിയൻ പ്രതിനിധികൾ, ഇലക്ടറൽ റോൾ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.